കേരള തീരത്ത് നിന്നും പിടിക്കുന്ന മീനുകളിൽ രാസവസ്തുക്കൾ കലർന്നിട്ടില്ല എന്നും അവ ഭക്ഷ്യയോഗ്യമാണ് എന്നും പ്രാഥമിക പഠനം. കണ്ടെയ്നറുകളിൽ നിന്നും രാസവസ്തുക്കൾ വെള്ളത്തിൽ കലർന്ന മീനുകൾ ഭക്ഷ്യയോഗ്യമല്ല എന്ന ധാരണ പടർന്നതോടെ മീനിന് ആവശ്യക്കാർ കുറഞ്ഞു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് മീനുകളിൽ രാസവസ്തുക്കൾ കലർന്നിട്ടില്ല എന്ന കണ്ടെത്തൽ. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ഹാർബറുകളിൽ നിന്നും മത്സ്യഫെഡ് വഴി ശേഖരിച്ച മത്സ്യത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകളാണ് പ്രാഥമിക പഠനത്തിന് വിധേയമാക്കിയത്. പഠനത്തിൽ മത്സ്യം ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടെത്തി. അതുപോലെ കേരള തീരത്തു നിന്നും ശേഖരിച്ച ജലത്തിന്റെ pH നിലയും സാധാരണമാണ്. കേരള തീരത്തു നിന്നും പിടിക്കുന്ന മീനിന് ആവശ്യക്കാർ കുറഞ്ഞിരുന്നു. മീനുകളിൽ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് എന്നായിരുന്നു പലരുടെയും ആശങ്ക. ഇതോടെ കേരള തീരത്തു നിന്നും പിടിക്കുന്ന മീനുകൾക്ക് ആവശ്യക്കാർ കുറയുകയായിരുന്നു. വ്യാപാരികൾ മീനുകൾക്ക് സമീപം തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചത് എന്ന ബോർഡുകൾ വെക്കേണ്ട അവസ്ഥ വരെയുണ്ടായി. മീനിന് ഡിമാൻഡ് കുറഞ്ഞതോടെ കോഴി വിലയും വർദ്ധിച്ചു. ചിക്കൻ വിൽപ്പനയിൽ 30% വില ഉയരാനും ചിക്കന്റെ ദൗർലഭ്യം വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തു. വേനൽക്കാലത്ത് കോഴികളുടെ മരണനിരക്ക് കൂടുന്നതിനാൽ ഉൽപാദനം കുറഞ്ഞിരുന്നു. ഇതോടെ ഇറച്ചിക്കോഴി വില 180 രൂപയായി ഉയർന്നു. രാസസാന്നിധ്യ ആശങ്കയെ തുടർന്ന് മത്സ്യ വിപണിയിൽ പ്രതിസന്ധികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പഠന റിപ്പോർട്ട് പുറത്തുവരുന്നത് മത്സ്യവിപണിക്ക് ആശ്വാസമായേക്കും. എന്നാൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതിനാൽ ചിക്കൻ വില കുറയാൻ സാധ്യതയില്ല എന്നും വ്യാപാരികൾ പറഞ്ഞു. അതേസമയം അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന 2 കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെടെ 2 അപകടങ്ങൾ മൂലമുണ്ടാകുന്ന രാസമാലിന്യത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ദീർഘകാല പഠനം നടത്താൻ കേരള സർക്കാർ തീരുമാനിച്ചു. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CIFT, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഒഫീഷ്യൽ സ്റ്റഡീസ് തുടങ്ങിയ പ്രമുഖ മത്സ്യബന്ധന ഗവേഷണ സ്ഥാപനവുമായി ചേർന്നാണ് പഠനം നടത്തുക. MSc ELSA 3 മുങ്ങിയതിനു ശേഷം രാസമാലിന്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന ഫിഷറീസ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു. കടലിലെ രാസമാലിന്യ ആഘാതത്തിന്റെ ദീർഘകാല പഠനത്തിനായി CMFR, CIFT, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നിവയുമായി കേരള സർക്കാർ കൈകോർത്തിരിക്കുകയാണ്. മൺസൂൺ ആയതിനാൽ വെള്ളത്തിന് കലക്കം, അതായത് ടർബിഡിറ്റി ലെവൽ കൂടുതലായിരുന്നു എന്ന് ഗവേഷകർ പറയുന്നു. ഇതൊരു പ്രാഥമിക പഠനം മാത്രമായിരുന്നുവെന്നും ബയോകെമിക്കൽ പാരാമീറ്ററുകളെ കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ് എന്നും പറയുന്നു. രാസസാന്നിധ്യ ആശങ്കയെ തുടർന്ന് മത്സ്യവിപണിയിൽ പ്രതിസന്ധി ഉയർന്നു വന്ന സാഹചര്യത്തിൽ പഠന റിപ്പോർട്ട് പുറത്തുവന്നത് മത്സ്യവിപണിക്ക് ആശ്വാസമായേക്കും. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് മത്സ്യഫെഡ് ശേഖരിച്ച മത്സ്യത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചാണ് പഠനങ്ങൾ നടത്തിയത്.